ഹരേ കൃഷ്ണ. പാണ്ഡവർ വനവാസം നയിക്കുന്ന കാലം. കൗരവരെ തറപറ്റിക്കാൻ അവസരം കാത്തിരുന്ന ഭീമൻ, ഈ ഭൂമിയിൽ ഏറ്റവും ശക്തിമാൻ ഞാനാണ്, എന്നെ ജയിക്കാൻ മറ്റാർക്കും കഴിയില്ല, എന്നെക്കൊണ്ട് നേടാൻ കഴിയാത്തതായി ഒന്നുമില്ല എന്നൊക്കെ ഉറച്ചു വിശ്വസിച്ചിരുന്നു. മാത്രമല്ല, ഇടയ്ക്കിടെ മറ്റുള്ളവർ കേൾക്കെ അത് ഉച്ചത്തിൽ പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. അത് ഭീമനിൽ ഒരഹങ്കാരമായി വളരുകയും ചെയ്തു. അതേപോലെ പാഞ്ചാലിയും. ഞാനാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ ഭക്ത, ഞാനൊന്ന് ഉറക്കെ വിളിച്ചാൽ കണ്ണൻ കേൾക്കാതിരിക്കയില്ല, ഞാൻ പ്രാർത്ഥിക്കുമ്പോഴാണ് കണ്ണൻ എല്ലാ സഹായങ്ങൾക്കും എത്തുന്നത് എന്നൊക്കെ ചിന്തിക്കുമായിരുന്നു. മാത്രമല്ല, കൗരവസഭയിൽ വച്ച് ഉറക്കെ കരഞ്ഞപ്പോൾ കണ്ണൻ രക്ഷിച്ച കാര്യം അവൾ എപ്പോഴും പറയുകയും അതിൽ അതിരറ്റ് സന്തോഷിക്കുകയും അഹങ്കരിക്കുകയും ചെയ്തിരുന്നു. ഇവരുടെ രണ്ടുപേരുടെ അഹങ്കാരം അല്പം ശമിപ്പിക്കണമെന്ന് കണ്ണൻ തീരുമാനിച്ചു. ഒരു ദിവസം കണ്ണൻ ദ്വാരകയിൽ നിന്ന് നടന്നു വനത്തിലെത്തി പാണ്ഡവരെ സന്ദർശിച്ചു. "ഇത്ര ദൂരം അങ്ങ് നടന്നു വന്നതല്ലേ, അങ്ങയ്ക്ക് കാലു വേദനിക്കും, ഞാൻ വെള്ളം ചൂടാക്കി തരാം," പാഞ്ചാലി പറഞ്ഞു. കണ്ണൻ സമ്മതിച്ചു. ഭീമൻ ഒരു വലിയ കുട്ടകം കൊണ്ടുവന്ന് അതിൽ വെള്ളം കോരി നിറച്ചു. 3 കല്ലുകൾ കൊണ്ടുവന്ന് അടുപ്പ് കൂട്ടി. കുട്ടകം പൊക്കി അടുപ്പത്ത് വെച്ചു. അടുത്തു നിന്ന മരം മുറിച്ച് വിറകാക്കി. പാഞ്ചാലി വിറക് കൂട്ടി തീ കത്തിച്ചു. മണിക്കൂറുകൾ കത്തിച്ചിട്ടും വെള്ളം അല്പം പോലും ചൂടായില്ല. പാഞ്ചാലി തീയും പുകയും ഏറ്റ് അവശയായി. അവസാനം കണ്ണൻ പറഞ്ഞു, "അടുപ്പത്ത് വെച്ചിരിക്കുന്ന വെള്ളം കമഴ്ത്തിക്കളയൂ." ഭീമൻ അങ്ങനെ ചെയ്തു. "കണ്ണാ, ഞങ്ങൾ ഇത്രയും സമയം തീ കത്തിച്ചിട്ടും ആ വെള്ളം ചൂടാകാത്തതെന്തേ?" പാഞ്ചാലി ചോദിച്ചു. ഒരു കള്ളച്ചിരിയോടെ കണ്ണൻ പറഞ്ഞു, "കുട്ടകത്തിലെ വെള്ളത്തിൽ ഒരു തവളയുണ്ടായിരുന്നു. ആ ജീവി തൻ്റെ ജീവനു വേണ്ടി ഇത്രയും നേരം എന്നോട് പ്രാർത്ഥിക്കുകയായിരുന്നു. അതിൻ്റെ ജീവൻ സംരക്ഷിക്കേണ്ടത് എൻ്റെ കടമയല്ലേ? അതിനാൽ ഞാൻ ആ വെള്ളത്തിലേക്ക് ചൂട് കടത്തിവിടാതെ തടയുകയായിരുന്നു." ഒരു ചെറു ജീവിക്ക് പോലും ഇത്രയും പ്രാധാന്യം നൽകിയ കണ്ണൻ എത്ര ഭക്തപ്രിയനാണെന്ന് പറയേണ്ടതില്ലല്ലോ. തങ്ങളുടെ തെറ്റുകൾ മനസ്സിലാക്കിയ ഭീമനും പാഞ്ചാലിയും പിന്നീട് ഒരു കാര്യത്തിലും അഹങ്കരിച്ചിട്ടേയില്ല.